ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ആക്ച്വലി സിനിമ റിവ്യൂവിനെ കുറിച്ച് പറയാനല്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു പടം, ഒരു ഗംഭീരം, നമ്മുടെ മെഗാസ്റ്റാർ എന്ന് സ്വയം വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്നാലും മെഗാസ്റ്റാർ എന്ന് നമ്മൾ വിളിച്ച് ശീലിച്ചുകൊണ്ട് മെഗാസ്റ്റാറിന്റെ പടം ഇറങ്ങി, ടർബോ, വൈശാഖിന്റെ പടം, മിഥുൻ മാനുവലിന്റെ രചന. ഇതൊക്കെ ഞാൻ അതിന്റെ റിവ്യൂ ഒക്കെ ഇട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടിപ്പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ അത് പറയാനല്ല ഇവിടെ വന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഒരു ഫിലിം റിവ്യൂവിന്റെ ഏറ്റവും അധികം ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്ക് എന്റെ ഫ്രണ്ട് അല്ല, എനിക്കറിയില്ല. ഞാനും അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ചില മൂവി റിവ്യൂസ് കാണാറുണ്ട്. ചിലത് എനിക്ക് ഇഷ്ടമാണ്, ചിലത് എനിക്ക് ഇഷ്ടമല്ല. എന്നാലും അത്യാവശ്യം വിവരമുള്ള, അത്യാവശ്യം മൂവിയെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന്റെ ചാനൽ 2-3 വട്ടം ജസ്റ്റ് ക്ലിപ്പിംഗ്സ് അല്ലാതെ അദ്ദേഹത്തിന്റെ റിവ്യൂ ഫുള്ളായിട്ടിരുന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് എന്റെ ആരുമല്ല കേട്ടോ, എനിക്ക് അറിയില്ല, അശ്വന്ത് കോക്കിന് എനിക്ക് അറിയില്ല. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ പോലും നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ. ആസ് എ പ്രൊഫഷൻ ഐ എം ആൻ ആങ്കർ. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ടർബോ കണ്ടു. ടർബോയുടെ റിവ്യൂ അന്ന് തന്നെ അദ്ദേഹം ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ കണ്ടതാണ്. ഞാനൊരു മിന്നായം പോലെ നോട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാം. സോ അദ്ദേഹം തംബ്നെയിലൊക്കെ ഇട്ട് എന്തോ ഒരു നെഗറ്റീവ് തംബ്നെയിലാണ് പുള്ളിയിട്ടിരുന്നത്. അത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് കേൾക്കാനുള്ള സമയം കിട്ടാൻ ഞാൻ പിന്നീടത്തേക്ക് വെച്ചു. പക്ഷെ പിറ്റേ ദിവസം തന്നെ വിത്തൗട്ട് തംബ്നെയിൽ റീപോസ്റ്റ് ടർബോ എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അദ്ദേഹം ആ സിനിമയെ കുറിച്ച് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനകത്തും അദ്ദേഹം സത്യസന്ധമായ മറുപടി തന്നെയാണ് പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. കാരണം അദ്ദേഹം അത് റീപോസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ പറയപ്പെടുന്നത്, മമ്മൂട്ടി കമ്പനി അദ്ദേഹത്തിന് റിപ്പോർട്ട് അടിച്ച് ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സത്യത്തിൽ പരമ പുച്ഛമാണ് എനിക്കിപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരോട് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നത്, എനിക്ക് റിവ്യൂ പറയണം, നിങ്ങൾ റിവ്യൂ ഉറപ്പായിട്ടും പറയണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ കാണിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഈ പറയുന്ന നടന്മാരോടും അണിയറ പ്രവർത്തകരോടും അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, മലയാളികളാവട്ടെ, ഏത് ജോണറിലുള്ള പ്രേക്ഷകരും ആയിക്കോട്ടെ, ഏത് ജോണറിലുള്ള ഫിലിംസും ആയിക്കോട്ടെ, നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ, നല്ല ഇടിയാണെങ്കിൽ, നല്ല ഡാൻസ് ആണെങ്കിൽ, നല്ല കഥയാണെങ്കിൽ, അതിനൊപ്പം അടിപൊളി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, നല്ലതായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതുമുഖമായാലും പഴയ മുഖമായാലും പൊന്നുപോലെ, പൂ പോലെ, പുഷ്പം പോലെ ആൾക്കാർ ഇരുന്ന് കാണും. അതിനൊരു എന്റെയും റിവ്യൂവിന്റെ ആവശ്യമില്ല. ഇത് പൂർണ്ണമായും ബോധ്യം എല്ലാ ജനതയ്ക്കും, പറയുന്ന റിവ്യൂവറായ ഞങ്ങൾക്കും കേൾക്കുന്ന ജനങ്ങൾക്കും ഇത് നിർമ്മിച്ചവന്മാർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെ തരംതാണ പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയും പണത്തിന്റെ നെള്ളിപ്പ്. അത്രേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരാളെങ്കിലും ഒന്ന് പ്രതികരിക്കണോ? ഇത് പറഞ്ഞ് പ്രതികരിച്ചാരും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരാളെങ്കിലും ഇതിനെ കുറിച്ചൊന്ന് ചോദിക്കണമല്ലോ. എന്തായാലും ഈ മമ്മൂക്ക അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളല്ല മലയാളം ഇൻഡസ്ട്രിയെ തലയ്ക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു. ഈ മമ്മൂക്കയ്ക്കും മോഹൻലാലിന്റെ പടമൊക്കെ 8 നില പൊട്ടി നാണം കെട്ട് ഞങ്ങളൊക്കെ, സത്യത്തിൽ ഞാൻ മോഹൻലാൽ ഫാനാണ്, ഇപ്പൊ ഞാൻ മമ്മൂട്ടി ഫാനുമാണ്, അദ്ദേഹത്തിന്റെ പടങ്ങൾ കൊണ്ട്, ആസ് എ പേഴ്സൺ, നോട്ട് എ പേഴ്സൺ. പക്ഷേ അത് അവരുടെ കാലം അവസാനിച്ചു എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഷക്കീല പടങ്ങൾ മാത്രം ഓടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വിഷയദാരിദ്ര്യം കൊണ്ടും അഭിനയ ദാരിദ്ര്യം കൊണ്ടും മലയാള സിനിമയിൽ പടങ്ങൾ മാത്രം ഓടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മറന്നിട്ടുണ്ടാവില്ലല്ലോ. അത് ഇനിയും ഇങ്ങനെയാണ് പടങ്ങൾ ഇറക്കുന്നതെങ്കിൽ ആ കാലം ഇനി അത് വിദൂരമല്ല. ഇപ്പൊ വിജയിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. നിങ്ങൾ മിസ്റ്റർ രജനി സാറിനെ ഒന്ന് നോക്കൂ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഓറയിലാണ് അദ്ദേഹം ഒന്ന് അഭിനയിക്കുന്നത്. വിജയിച്ചോട്ടെ പൊട്ടിക്കോട്ടെ, അത് അദ്ദേഹത്തിനെ അഫക്ട് ചെയ്യുന്നില്ല. ആ ഒരു ട്രൂ ആക്ടറാണ്. നമ്മൾ ലെജൻസ് എന്നൊക്കെ പറയുന്ന മനുഷ്യർ, ഞാൻ ചോദിക്കട്ടെ, വേറെ ആരും വേണ്ട, നമ്മുടെ നാട്ടിലെ ലാലട്ടൻ തന്നെ, വാലിബൻ, ഈ ഞാൻ പോലും അദ്ദേഹത്തെ തൂക്കി വാരിയെറിഞ്ഞ് തെറി പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ ഞാൻ പറയാം. വാലിബൻ കണ്ടിട്ട് അദ്ദേഹം ഒരാളെ കുറിച്ചും ഒരക്ഷരം പറഞ്ഞത് ഒരു ഇതിലും ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാൽ ഫാൻസ് തെറി പറയുമായിരിക്കും, അതായിക്കോട്ടെ. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനോ അദ്ദേഹത്തിന്റെ ആൾക്കാരോ വന്ന് ഒരു റിവ്യൂവറിന്റെ, കാരണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ വന്ന് ചീത്ത വിളിക്കുന്നതോ അയാളുടെ അത് റിമൂവ് ചെയ്ത് കളയുന്നതോ ഞാൻ കണ്ടില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞായിട്ടാണ് ഈ ടർബോയുടെ പിന്നെ ഇതിന് വന്നപ്പോ പ്രസ് മീറ്റ് വന്ന് അദ്ദേഹം പറഞ്ഞായിട്ടാണ് പറയുന്നത്, എന്റെ പടത്തെ കൂക്കി വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വന്നിട്ട് പണി കൊടുക്കുമെന്ന് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ്. പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മെഗാസ്റ്റാറോ അല്ലെങ്കിൽ ലോ സ്റ്റാറോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ വിജയിക്കുന്ന പടങ്ങൾ ഞാൻ ചോദിക്കട്ടെ, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ തലവൻ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങുന്ന പടങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇതൊന്നും മെഗാ ബാനറിൽ വന്ന പടങ്ങളൊന്നുമല്ല.
ഓസ്ലർ, നല്ല പടങ്ങളെല്ലാം വിജയിക്കുന്ന ഒരു 2024 നോക്കി നിങ്ങൾക്ക് അറിയാം. മഞ്ഞുമൽ ബോയ് ട്രൂ സ്റ്റോറിയാണ്, പ്രേമലു ഒരു റൊമാൻറ്റിക് കോമഡിയാണ്, അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലവൻ ഇറ്റ്സ് എ ക്രൈം ത്രില്ലർ ആണ്, അന്വേഷിപ്പിൻ കണ്ടതും ഓൾസോ എ ക്രൈം ത്രില്ലർ. അത് ഒന്നിൽ ടോവിനോയും ഒന്നിൽ ആസിഫ് അലി ആൻഡ് ബിജു മേനോനാണ്. ഇതെല്ലാം എങ്ങനെയാണ് വിജയിക്കുന്നത്? അവരെ എന്നിട്ട് ആരും ചീത്ത പറയുന്നില്ലേ? മോശം പടങ്ങളെ മോശം, മലൈക്കോട്ടെ വാലുവിനെ പൂരത്തെറിയായിരുന്നു ആൾക്കാർ ഫുള്ള്. ഞാൻ തെറി പറഞ്ഞിട്ട് ഒന്നുമല്ലാത്തൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാരിനെ തെറി പറഞ്ഞു. അപ്പോ നിങ്ങൾ ആരെയാണ് ഈ പഠിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പ് ചാവേറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ചാവേറിന്റെ പടം സ്ക്രിപ്റ്റ് ഭയങ്കര ബോറാണ്, അതിന്റെ ഉള്ളത് പറയാലോ, വെറും പരമ ബോറാണ് ചാവേറിൻ്റെത്. അവർ ഉദ്ദേശിച്ചതിൽ നിങ്ങൾ, അതായത് ഒരു റൈറ്ററോ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു അതിൽ അഭിനയിക്കുന്ന ക്യാരക്ടറോ ഉള്ളിൽ ചിലപ്പോൾ പലതും ഉദ്ദേശിക്കുന്നുണ്ടാവാം. അതേപോലെ അല്ലെങ്കിൽ അതുക്കും മേലെ ഒരു പ്രേക്ഷകന്റെ കണ്ണിലേക്കും മനസ്സിലേക്കും ഇറങ്ങുമ്പോൾ മാത്രമാണ് ആ സിനിമ സക്സസ് ആവുന്നത്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? അത് നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്? ആടുജീവിതം എല്ലാവരും സത്യത്തിൽ ഞാൻ പോലും ഭയപ്പെടും. ഞാൻ അത് പലവട്ടം വായിച്ചിരിക്കുന്ന ഒരാളാണ് ആ ബുക്ക്, ബെന്യാമിന്റെ. ഐ ലവ്ഡ് ഇറ്റ്. ഞാൻ ഐ റീഡ് ഇറ്റ് സെവറൽ ടൈംസ്. പക്ഷേ അത് വെള്ളിത്തിരയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും പൃഥ്വിരാജിന് അത് ചെയ്യാൻ പറ്റുമോ സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ വായിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് ആ മനുഷ്യൻ അത് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്ന് ഇപ്പൊ ഒരെണ്ണം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അയാൾ ചെയ്യണു. അയാളും ആക്ടറാണ്. അയാൾ ഒരുപാട് ഈ മെഗാസ്റ്റാറുകൾ കാരണം ഒരുപാട് ചവിട്ടിത്തേപ്പ് കിട്ടിയ മനുഷ്യൻ. ഇപ്പൊ മമ്മൂക്ക മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് കയ്യിലിട്ട് അങ്ങേര് നടക്കുന്നുണ്ടെങ്കിലും കുറെ കാലഘട്ടം ഞങ്ങളും ഒക്കെ വെള്ളച്ചോറ് കഴിച്ച് അല്ലെങ്കിൽ ചുവന്ന ചോറ് കഴിച്ച് അരിയാഹാരം കഴിച്ച് തന്നെയാണ് വിക്കാമാരെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മെഗാ സ്റ്റാറുകളെ ജീവിക്കുന്നത് ഇവിടെ. സോ ഏത് കമ്പനി ആയാലും ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ എല്ലാം പൗരനും മര്യാദയ്ക്ക് റിവ്യൂ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ആർക്കും യൂട്യൂബ് തീരെഴുതി കൊടുത്തിട്ടില്ല. യൂട്യൂബ് അമേരിക്കക്കാരൻ്റെ ആണല്ലോ. സോ ഇനിയും പറയും. അശ്വന്തു ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പറയുക, നിങ്ങൾ ഇനിയും പറയുക. അയാളുടെ ചില റിവ്യൂ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ചിലത് ഇഷ്ടപ്പെടാം. പക്ഷെ റിവ്യൂ പറയുന്നതിൽ നിന്ന് ഒരാളെ വിലക്കാൻ യൂട്യൂബിന് മാത്രമേ റൈറ്റ് ഉള്ളൂ. അതിന് കള്ള റിപ്പോർട്ട് അടിച്ച് പടം സത്യത്തിൽ സീരിയസ്ലി ടർബോയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഒരു ഇടിപ്പടം മാത്രമാണ്. അതിന് സ്ക്രിപ്റ്റ് വലിയ സ്ക്രിപ്റ്റ് ഒന്നും പറയാനില്ല, വലിയ നല്ല പടമൊന്നുമല്ല. മമ്മൂട്ടിയുടെ ഒരു പ്രകടനം അത്രേ ഉള്ളൂ ടർബോ. അല്ലാതെ ടർബോ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഇപ്പൊ ലിയോ ചെയ്തില്ലേ? ലിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഫാൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു പടം, അത്രേ ഉള്ളൂ ടർബോ. അല്ലാതെ അതിനകത്ത് ഒരിക്കലും എന്താ പറയാ ബ്രഹ്മയുഗം ഓക്കെ ഫൈൻ. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ണൂർ സ്ക്വാഡ്. അത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്, അതിലൊരു സംശയവും ഇല്ല, നല്ല പടം തന്നെയാണ്. പക്ഷെ ഈ ടർബോയെ അതൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭീഷ്മപർവത്തിന്റെ ഒരു ആവറേജ്, ഭീഷ്മപർവം വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ജോണറുള്ള ഒരു പടമാണ്. അതിന്റെ ഒരു ആവറേജ് മാത്രമാണ് ഈ ടർബോ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ചുക്കും ഇല്ല ഇതിനകത്ത്. കുറെ റേസിംഗ് ഉണ്ട്, കുറെ വണ്ടി ഓട്ടം ഉണ്ട്, അല്ലാതെ വേറൊരു പ്രത്യേകിച്ച് അഭിനയിക്കുകയാണെങ്കിൽ ഒരു പടം. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. അല്ലാതെ അത് പറഞ്ഞ ആൾക്കാരുടെ റിപ്പോർട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മ്ലേച്ഛകരമായിട്ടുള്ള പ്രവൃത്തി. എനിക്ക് പേഴ്സണലി ഫീൽ, എനിക്ക് അശ്വന്ത് വോക്കോട് ഒരു ബന്ധവും ഇല്ല, അശ്വന്ത് വോക്ക് ഞാൻ ആരാധിക്കുകയൊന്നുമല്ല. പക്ഷെ ഇതിപ്പോ പലവട്ടമായി ഞാൻ ചാവേർ തൊട്ട് കേൾക്കുന്നതാണിത്. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. ഇതിനു മുമ്പും ഒക്കെ കേൾക്കുന്നുണ്ട്. യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് ഞങ്ങളുടെ പ്രേക്ഷകരെ വീട്ടിലിരുത്തി, അല്ലെങ്കിൽ പ്രേക്ഷകരെ പിന്നെ എന്താ പറയുന്നത്, പ്രേക്ഷകരെ മനസ്സ് മാറ്റി, പ്രേക്ഷകരെ ഈ പറയുന്ന എല്ലാ നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, സിനിമ കണ്ട് നന്നാകാനാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ കണ്ട് ചീത്തയാകാനാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഉണ്ടാവത്തില്ലല്ലോ, മലയാളികൾ ഉണ്ടാകത്തില്ല. നന്നാകാനാണെങ്കിൽ എന്തെല്ലാം പടങ്ങൾ ഉണ്ടായിരുന്നു നന്നായി പോകാൻ. കമ്മീഷണർ കണ്ടെന്ന് വെച്ച് എല്ലാ യുവാക്കളും പഠിച്ചങ്ങ് കമ്മീഷണർ ആവുമോ? അങ്ങനെയാണെങ്കിൽ എത്ര കമ്മീഷണർമാരെ ഈ ലോകത്ത് കണ്ടേനെ. മമ്മൂട്ടിയുടെ സൂപ്പർ പടമായിരുന്നല്ലോ എന്തോ പറയുന്നത്, സെൻസ് ഉണ്ടാവണം, സെൻസിറ്റീവ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, ദ കിങ്. അത് കണ്ടിട്ട് എല്ലാവരും കളക്ടർമാരായില്ലല്ലോ. അപ്പൊ ടർബോ കണ്ടിട്ട് അതുപോലെ തന്നെയാണ് ഓരോ പടങ്ങളും. അങ്ങനെ തന്നെയാണ്. ഞാൻ വേറെ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി. എന്നിരുന്നാലും അതൊക്കെ ഒന്ന് പറയേണ്ട കാര്യമാണ്. കാരണം പടം ഈ സംവിധായകരും തിരക്കഥാകൃത്തും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളും ഒരു പ്രേക്ഷകരാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന 3 കോടി ജനങ്ങളെ അല്ലെങ്കിൽ പുറത്തുള്ള മലയാളികളെ അല്ലെങ്കിൽ സിനിമ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സിനിമ കഥകളെ എങ്ങനെയാണ് ഞങ്ങൾ കുഴച്ചു മറിക്കുക? ഒരിക്കലുമല്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ് അതൊക്കെ. നല്ല സിനിമകൾ ആരും പറയാതെ തന്നെ വിജയിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രേമലു. മിസ്റ്റർ പ്രേമലു ഇറങ്ങുന്ന ഒരു ടൈമിൽ ഇറങ്ങുന്ന പടങ്ങൾ വേറെ. ബ്രഹ്മയുഗം ഉണ്ടായിരുന്നു, മഞ്ഞുമൽ ബോയ്സ്, ഇത് 3 അടുപ്പിച്ചിറങ്ങിയ പടങ്ങളാണ്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയി കണ്ട ബ്രഹ്മയുഗമാണ് ആദ്യം കണ്ടത്. അതിനുശേഷം മഞ്ഞുമൽ, അതിനുശേഷമാണ് ഞാൻ പ്രേമലു പോയി കാണുന്നത്. മൂന്നോ നാലാമത്തെ ദിവസമാണ് പ്രേമലു പോയി കാണുന്നത്.
ആ പടം എത്ര കോടി ക്ലബിൽ കയറി, അതിന്റെ സെക്കൻഡ് പാർട്ട് വരണു, അണിയറ പ്രവർത്തകരും ഭയ വിളിച്ചിട്ടുണ്ട്. കാരണം അതിന് പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും അത് വളരെ മനോഹരമായിട്ട് ആൾക്കാരിലേക്ക് എത്തപ്പെട്ടു. ആ ഒരു ലവ്, ആ ഒരു ഇന്നത്തെ കാലത്തിലെ ന്യൂ ജനറേഷൻ ലവ് അതിലേക്ക് എത്തപ്പെട്ടു. അതുപോലെ ആ മനുഷ്യരുടെ അഭിനയങ്ങൾ, നസ്ലിന്റെ ആയാലും മമിതയുടെ ആയാലും കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ആയാലും എല്ലാം. അപ്പോ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഒരു റിവ്യൂവർ ഇരുന്ന് പറഞ്ഞെന്ന് വെച്ച് 100 റിവ്യൂവർ കുത്തിയിരുന്ന് പറഞ്ഞാലും ജനങ്ങൾ കാണേണ്ട പടം ജനങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കാണുക തന്നെ ചെയ്യും. പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ പോയിരുന്ന് കാണും. കാരണം മലയാളികൾ പണ്ടേ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കൊറോണ കൂടെ വന്നു പോയതിനു ശേഷം മിക്ക പടങ്ങളും സിനിമ തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം OTT കണ്ടിട്ട് മടുത്തവരാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, എക്കാലവും നമ്മളിങ്ങനെ റിവ്യൂസിനെ കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. മോശം പടം തന്നെയാണ്, മോശം സ്ക്രിപ്റ്റ് ആണ്. മമ്മൂക്കയുടെ ആക്ടിങ് മോശമാണെന്നാൾ എന്ത് പറഞ്ഞിട്ടില്ല. മമ്മൂക്കയുടെ പിന്നെ അതെന്താ മുഴുവനായിട്ട് കാണാൻ സമ്മതിച്ചില്ലോ, അതിന് മുമ്പ് റിമൂവ് ചെയ്യിപ്പിച്ചില്ലേ, അയാൾ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അയാൾ ആരെയും വധമൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? 10-35 വർഷമായല്ലോ ഈ ഫീൽഡിൽ, പിന്നെ എന്തിനാണ് ഈ പേടി? ഇത്രയൊന്നും പോരെ? കഷ്ടം. ഇതല്ലേ നിങ്ങളിൽ നിന്ന് ഇങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്കമിങ് ഇതിൽ എത്രയോ ഭേദമാണ് പൃഥ്വിരാജ്. ആ മനുഷ്യൻ ചവിട്ടിത്തേക്കാൻ നിന്നിട്ട് ആ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചവരെ തന്നെ വെച്ച് പടം ചെയ്യുന്ന മനുഷ്യനാണ് അങ്ങേര്. ഞാൻ അയാളുടെ ആരാധിക്കൊന്നുമല്ല, പക്ഷെ അയാൾ ചെയ്യുന്ന കാര്യം അയാൾ റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ എടുത്ത് നിങ്ങൾക്ക് അറിയാം, കൈരളിക്കും ഏഷ്യാനെറ്റിനും ഒക്കെ കൊടുത്ത ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ നടന്മാർക്ക്, പുതിയ എഴുത്തുകാർക്ക്, പുതിയ ടെക്നിക്സിന് നിങ്ങൾ അവസരം കൊടുക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം മാറുമെന്ന്. ബാക്കി ചരിത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞത് കല്ലേൽ പതിപ്പിച്ച ചിത്രം പോലെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ആൾക്കാർക്ക് എന്ന് അവസരം മലയാള സിനിമ കൊടുത്തു തുടങ്ങിയോ, പുതിയ അഭിനേതാക്കൾക്ക് എന്ന് വാതായനങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ തുറന്നു കൊടുത്തോ, അന്ന് തുടങ്ങി മലയാള സിനിമയുടെ മഹാവിജയം. അന്ന് തുടങ്ങി സൗത്ത് ഇന്ത്യൻ സിനിമയുടെ മഹാവിജയങ്ങൾ. മക്കൾ അല്ലെങ്കിൽ മരുമക്കത്തായം, മക്കൾ തായം അല്ലെങ്കിൽ നെപ്പോട്ടിസം ഒക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കുറെയൊക്കെ എടുത്ത് കളഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഇല്ലെന്ന് ഞാൻ ഇല്ലാതില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും സംവിധായകനും പിന്നെ തിരക്കഥാകൃത്തുക്കൾക്കും എഡിറ്റേഴ്സിനും ഒക്കെ ചാൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നല്ല കഥകൾ പിറവിയെടുക്കുന്നത്. ഒരു എന്താ പറയുന്നത്, നമ്മുടെ മണ്ണാർതൊടിയിലെ ജയകൃഷ്ണന്റെ കഥ, പത്മരാജൻ സർ, അദ്ദേഹം പോയെന്നും പറഞ്ഞ് അദ്ദേഹം ലെജൻഡ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റൈറ്ററാണ്, ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും. പക്ഷേ അദ്ദേഹം നഷ്ടം തന്നെ. പക്ഷെ അദ്ദേഹം പോയെന്ന് വെച്ചിട്ട് ഇനി മലയാള സിനിമകൾ ആരും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, നല്ല റൈറ്റേഴ്സ് വരാതിരുന്നിട്ടില്ല. ഇനിയും അപ്കമിങ് റൈറ്റേഴ്സ് കിടക്കുന്നു. അഞ്ചാം പാതിര പോലുള്ള സിനിമകൾ, ട്രാഫിക് പോലുള്ള സിനിമകൾ, ട്വിസ്റ്റോടുള്ള സിനിമകൾ, ഇതാ ലേറ്റസ്റ്റ് ഇറങ്ങിയ തലവൻ ട്വിസ്റ്റോട് ട്വിസ്റ്റ് അതിനകത്ത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ തറ പരിപാടി ഉപേക്ഷിച്ച് ഇനി ഈ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്ത് എനിക്ക് പുല്ല. ഓക്കെ, ബൈ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ, ഒരു റിവ്യൂവർ എന്നുള്ള, ഒരു ആങ്കർ എന്ന നിലയ്ക്ക് സമാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചാളികൾ.